നിലനിൽക്കുന്നത് തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. എല്ലാ മതവും ശരി. എന്തുകൊണ്ട് ഭാരതം നിലനിൽക്കണം? എന്തുകൊണ്ട് ഹിന്ദു സമൂഹം നിലനിൽക്കണം? ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എല്ലാ മതവും സത്യമാണെന്ന് പ്രഖ്യാപിക്കുവാൻ ചങ്കുറപ്പുള്ള ഒരു മതം ലോകത്തിൽ ഭാരതം മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. എല്ലാ മതവും സത്യമാണെന്ന് പറയാൻ എല്ലാ മതത്തിനെയും മതപ്രസംഗകർ ഇവിടെ കോട്ടയത്തും മറ്റു മതത്തും പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ മതം എല്ലാ മതത്തിനെയും അംഗീകരിക്കും. ചോദ്യം, എല്ലാ മതത്തിനെയും പൊറുക്കാൻ അനുവദിക്കുന്നുണ്ടോ എന്നല്ല, എല്ലാ മതവും സത്യമാണെന്ന് അംഗീകരിക്കുമോ എന്നാ ചോദിക്കേണ്ടത്. എല്ലാ ദൈവങ്ങളെയും ആരാധിക്കാൻ ഞങ്ങൾ അനുവദിക്കും, അതല്ല ഉത്തരം കിട്ടേണ്ടത്. എല്ലാ ദൈവസങ്കല്പങ്ങളും സത്യമാണെന്ന് അംഗീകരിക്കുമോ? അങ്ങനെ പറയുന്ന ലോകത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു മതം ഹിന്ദു മതമേ ഉള്ളൂ. അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്കാരം ഹിന്ദു സംസ്കാരമേ ഉള്ളൂ. അവശേഷിക്കുന്ന ഒരേ ഒരു ജനത ഹിന്ദു ജനതയേ ഉള്ളൂ എന്നോർമ്മ വേണം. ആ സങ്കല്പം ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഈ സംസ്കാരവും മതവും ഒക്കെ നിലനിൽക്കണ്ടേ? ഞാൻ ഈ കാര്യം കുറച്ചു നാൾ മുമ്പ് നമ്മുടെ കളക്ടറേറ്റിന്റെ പിന്നിലുള്ള പള്ളി ഉണ്ടല്ലോ, വഴിയുടെ താഴെയുള്ള പള്ളി, അവിടെ കുറച്ചു കാലം മുമ്പ് അവരുടെ യൂത്ത് വിഭാഗത്തിന്റെ ഒരു ശിബിരത്തിൽ പങ്കെടുക്കാൻ പോയി. എന്തുകൊണ്ടാണ് ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഹിന്ദു കാര്യത്തെ കുറിച്ച് പറയാൻ എന്നെയാണ് വിളിച്ചത്. ഞാൻ സന്യാസിയല്ല, പണ്ഡിതനല്ല, വേദജ്ഞനല്ല, ഒന്നുമല്ല. എന്നാലും അവർക്ക് അബദ്ധം പറ്റിയതായിരിക്കണം വിളിച്ചു. വലിയ പ്രസംഗമൊക്കെ നടത്തി. ഈ കാര്യം ഞാൻ വലിയ വീറോടെ പറഞ്ഞു. 64 ഇഞ്ച് നെഞ്ചളവിൽ പോയിട്ടിരുന്നു എന്നിട്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ. അത്ര നെഞ്ചളവ് കാണിക്കുന്നതാണ് പുതിയ പാഠം എന്നാണ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത്. ലോകത്തെല്ലാ ദൈവത്തിനെയും അംഗീകരിക്കുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഹിന്ദു മതമാണ്. ലോകത്തിലെല്ലാ മതങ്ങളും സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഹിന്ദു മതമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നപ്പോ ഒരു പെങ്കച്ചെഴുന്നേറ്റ് ചോദിച്ചു, സാർ ഒരു സംശയം. എന്താണ്? എല്ലാ മതവും സത്യമാണെങ്കിൽ മതം മാറുന്നത് തെറ്റാണ്. അത് പ്രശ്നമായല്ലോ. എല്ലാ മതവും സത്യമാണെങ്കിൽ പിന്നെ മതം മാറുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ അത് എതിർക്കുന്നത്? സാർ എതിർക്കുന്നുണ്ടല്ലോ മതം മാറ്റത്തെ ഉണ്ട്. അതെന്താ? അതങ്ങനെ ശരിയോ? ഇപ്പൊ പറഞ്ഞതിന് എതിരല്ലേ? അത് പെട്ടെന്നൊരു ഉത്തരവൊന്നും തോന്നില്ല. ഞാൻ കുഞ്ഞുമാതിയൊന്നുമല്ലല്ലോ. ആലോചിച്ചപ്പോൾ ഒരു ഉത്തരം കിട്ടി. ആ ഉത്തരം, ഞാൻ സുരേന്ദ്രൻ മതം മാറി മത്തായി ആയാൽ ആ മത്തായി വിളിച്ചു പറയുമോ എല്ലാ മതവും സത്യമാണെന്ന്? ഞാൻ സുരേന്ദ്രൻ മതം മാറി മുഹമ്മദായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ മതവും എല്ലാ ദൈവസങ്കല്പവും സത്യമാണെന്ന് ഈ മുഹമ്മദ് വിളിച്ചു പറയുമോ? അങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ സുരേന്ദ്രന്മാർ അവശേഷിക്കണ്ടേ? നാരായണന്മാർ, ഗോവിന്ദന്മാർ, കൃഷ്ണന്മാർ അവശേഷിക്കണ്ടേ? എപ്പോഴാണോ ഈ നാമധാരികൾ ഇല്ലാതെയാവുന്നത്, അപ്പോൾ ഈ പ്രഖ്യാപനം അവസാനിക്കും, അപ്പോൾ ഈ ദർശനം അവസാനിക്കും. അതുകൊണ്ടാണ് മതപരിവർത്തനം തെറ്റാണ് എന്ന് പറയാൻ കാരണം. വൈവിധ്യം നിലനിൽക്കണമെങ്കിൽ ആ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ദർശനവും മതവും അതനുസരിക്കുന്ന ജീവിക്കുന്ന ജനതയും അവശേഷിക്കണം. അതുകൊണ്ടാണ് മതം മാറിപ്പോകുന്നവരെ, താല്പര്യമുള്ളവരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുന്നത്. ഇത് അവശേഷിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, മതം മാറ്റിയത് വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും അതിനായിട്ട് പോകുകയും ചെയ്തു. അപരിഷ്കൃത മതം, കെട്ട മതം, 16,008 കെട്ടി കൃഷ്ണൻ, ചുടലപ്പറമ്പിൽ കിടക്കുന്ന ശിവൻ, നാണമില്ലേ ഇതിനെയൊക്കെ ആരാധിക്കാം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ വിദ്യാസമ്പന്നരെ മതം മാറ്റുന്നു. ഞാൻ ഇന്നാള് ഒരു ദിവസം ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് ഇവിടുന്ന് കയറി പോയപ്പോ എന്റെ നേരെ മുമ്പിലിരുന്ന രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ, സുമുഖൻ, സുന്ദരൻ, വിദ്യാസമ്പന്നൻ, പരിചയപ്പെട്ടു, വർത്താനം പറഞ്ഞു. 3-ാം മിനിറ്റിൽ അവൻ എന്നോട് സുവിശേഷം പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. വർത്തമാനം പറഞ്ഞു, പരിചയപ്പെട്ടു. അനിയന്റെ വീട് എവിടെയാ? കരുനാഗപ്പള്ളിയിൽ എവിടെയാ? KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് എതിർവശത്താ. ചോദിച്ചപ്പോൾ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്തുള്ള 1-ാം തരം നായർ തറവാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, അച്ഛൻ കോളേജ് പ്രൊഫസർ, അമ്മ ഡോക്ടർ, മകൻ ഡോക്ടറാവാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചപ്പോ പ്രാകൃതമായ മതത്തെക്കുറിച്ച് പറഞ്ഞ് ആരോ മതം മാറ്റി സത്യമായ ദൈവത്തെ സ്വീകരിച്ചതാണ്. അങ്ങനെ മതം മാറിപ്പോകുന്നു വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരടക്കം. ചോദിക്കേണ്ടിയിരുന്നത്, അഥവാ അത് പറഞ്ഞപ്പോ ഒന്ന് കണ്ണു തുറന്ന് നോക്കണ്ടേ? ഇതാ ഇവിടെ നിന്ന് ഏറ്റുമാനൂർ വരെ പോയാൽ ബസ്സിലിരുന്നാൽ 2 വശത്തേക്കും കണ്ണു തുറന്ന് നോക്കുക. വിഗ്രഹ ആരാധനയെ എതിർത്ത് സത്യമായ ദൈവത്തെ ആരാധിക്കാൻ
പറഞ്ഞവരുടെ ആരാധനാലയങ്ങളിൽ വിഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളല്ലേ? എന്തോരെയാണ് ഓരോ പള്ളിയുടെ മുമ്പിലും അനേകം വലുപ്പത്തിൽ, വലിയ കെട്ടിടത്തെ കഴിഞ്ഞും വലുപ്പത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വിഗ്രഹ ആരാധന വിരുദ്ധ ഒന്ന് ഏത് പഞ്ചലോഹം കൊണ്ടല്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. കൃഷ്ണശില കൊണ്ടുമല്ല, പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് വിഗ്രഹം കെട്ടിയെന്നാൽ അത് ശാസ്ത്രീയമാണ്. സിമെന്റും കമ്പിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യുക്തിഭദ്രമാണ്. അതൊന്ന്. രണ്ടാമത് ബഹുദൈവ ആരാധന. എത്ര ദൈവങ്ങളാണ് ഇപ്പോൾ? കർത്താവിനെ മാത്രം വിളിച്ച് ആരാധിക്കുന്നവരുടെ എണ്ണം എത്രയാണ്? ആദ്യം ഒരു കർത്താവിനെ മാത്രം വിളിച്ച് ആരാധിച്ചു. പിന്നീട് ത്രിത്വം എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവം മൂന്നായി. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ശിഷ്യന്മാർ മുഴുവൻ ദൈവങ്ങളായി മാറിയില്ലേ? ക്രിസ്തു ശിഷ്യന്മാർ മുഴുവൻ, യൂദാസ് വരെ ഈശ്വരനായി മാറിയിരിക്കുന്നു. എല്ലാ ശിഷ്യന്മാരുടെയും വിഗ്രഹങ്ങൾ വഴി നീളെയുണ്ട്. അവിടെ അവസാനിച്ചു. ഇപ്പൊ എത്ര പേരെ വിളിച്ചാ പ്രാർത്ഥിക്കുന്നു? വാഴ്ത്തപ്പെട്ടവരുടെ എണ്ണം എത്രയുണ്ട്? ദിവ്യന്മാരുടെ എണ്ണം എത്രയുണ്ട്? പ്രവാചകന്മാരുടെ എണ്ണം എത്രയുണ്ട്? വിശുദ്ധരായി പ്രഖ്യാപിച്ചവരുടെ എണ്ണത്തിന് കണക്കുണ്ടോ? അവരെയൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നത്, അവരിലൂടെയല്ലേ ആരാധിക്കുന്നത്. ബഹുദൈവ ആരാധനാ വിരുദ്ധർക്ക് അനേക ലക്ഷം മധ്യസ്ഥന്മാർ ഉണ്ടായില്ലേ? എവിടെ പോയി ഏകദൈവ വിശ്വാസം? വിഗ്രഹ ആരാധന പാടില്ല, ബഹുദൈവ ആരാധന പാടില്ല എന്ന് പറഞ്ഞു വന്ന ഇസ്ലാം മതം എവിടെ എത്തി? ആ ഇസ്ലാം മതം ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ അവർ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്തിനെയാണ്? ശിലയെ. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ എറിയുന്നത് എന്തിനെ? ശിലയെ. എറിയുന്നത് എന്തുകൊണ്ട്? ശില കൊണ്ട്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നു. സംസം ജലം ആരാധ്യ വസ്തുവാണ്. പുസ്തകം ആരാധ്യ വസ്തുവാണ്. പ്രവാചകൻ ആരാധ്യനായി മാറി. ശവക്കല്ലറകളെ വരെ ആരാധിക്കുന്നു ഇസ്ലാം മതം. ദർഗകൾ അതുപോലെയുള്ള പലതുമുണ്ട്. ശവക്കല്ലറകളെ വരെ ആരാധ്യ വസ്തുവാക്കി മാറ്റിയവർ ബഹുദൈവാരാധന തെറ്റാണ് എന്നെങ്ങനെ പറയും? കോഴിക്കോട് ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക പള്ളിയിൽ കാരന്തൂരിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്താണ്? മുടി ദൈവം, മുടിനാര്. മുടി ദൈവം വരവെച്ച് ആരാധിക്കുന്നവരാണ് പറയുന്നത് കല്ലിനെ ആരാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ചെന്നൈയിൽ പോയി. അവിടെ മൈലാപ്പൂർ പള്ളിയിൽ പോയി. സെന്റ് തോമസിൻ്റെതെന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. സെന്റ് തോമസിൻ്റെതെന്ന് പറയുന്ന ഒരു എല്ലിന്റെ കഷ്ണമാണ് അവിടുത്തെ മുഖ്യ വസ്തു. അസ്ഥി വെച്ച് ആരാധിക്കുന്നവരാണ് കൃഷ്ണശിലയെ ആരാധിക്കരുതെന്ന് പറയുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ആരാധിക്കുന്നവരാണ് പഞ്ചലോഹ വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറയുന്നത്. ഞാൻ അവരുടെ ആരാധനയെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, മറിച്ച് ഈ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സാധുക്കളെ മതം മാറ്റിയത്. അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ബഹുദൈവ ആരാധനയും വിഗ്രഹ ആരാധനയും ഒക്കെ എവിടെ പോയി? അവരെല്ലാം ഇന്നത് ചെയ്യുന്നു. അത് പറഞ്ഞുകൊണ്ട് മതം മാറ്റുന്നു. മൂന്നാമത് പറഞ്ഞത് ജാതി പറഞ്ഞിട്ടാ മതം മാറ്റിയത്. ഹിന്ദുക്കളിൽ പകയൻ, പുലയൻ, ദളിതൻ, ആദിവാസി, ആശാരി, ഈഴവൻ ഒക്കെ പിന്നോക്ക എന്ന് പറഞ്ഞ് മതം മാറ്റിയില്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ജാതിയില്ല എന്ന് പറഞ്ഞു. ജാതിയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചോ? കുറച്ചു നാൾ മുമ്പല്ലേ നമ്മുടെ കാക്കനാടന്റെ സാഹിത്യ രംഗത്തുള്ളതാണ്. സാറിന്റെ സുഹൃത്തായിരിക്കാം ഒരു പക്ഷേ. ആ കാക്കനാടന്റെ അനുജൻ രാജൻ കാക്കനാടൻ മരിച്ചല്ലോ. രാജൻ കാക്കനാടൻ മരിച്ചു, ക്രിസ്ത്യാനിയാണ്. പക്ഷെ പള്ളിയിൽ അടക്കാൻ സമ്മതിച്ചില്ല. എന്താ പറയുന്നത്? കാരണം രാജൻ കാക്കനാടന്റെ ഭാര്യ വേറൊരു ജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ഈ പള്ളിയിൽ അടക്കാൻ പറ്റില്ല. ജാതിയില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്ത്? അതൊന്ന്. മറ്റൊന്ന്, കഴിഞ്ഞ ഒരു മാസം മുന്നേ തിരുവനന്തപുരത്ത് വലിയ ഒരു സമ്മേളനം നടത്തി. നാടാർ സംഗമം നടത്തിയ വേദിയിൽ അനേകം അജപാചകന്മാർ രാജകീയ വേഷങ്ങളിൽ അണിനിരന്നു. അതെങ്ങനെയാ ക്രിസ്ത്യൻ പുരോഹിതന്മാർ നാടാന്മാരുടെ വേദിയിൽ വരുന്നത്? നാടാര് ഹിന്ദു ജാതിയല്ലേ? ആ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എങ്ങനെ നാടാര് വന്നത്? ജാതിയില്ല എന്ന് പറഞ്ഞ ക്രൈസ്തവ മതത്തിൽ അനേകം ജാതികൾ ഉണ്ടായിരിക്കുന്നു. നാടാർ ജാതി, നാടാർ ക്രിസ്ത്യാനി ഉണ്ടായിരിക്കുന്നു. ലത്തീൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ ദളിത ക്രിസ്ത്യാനിയാണ്. അവൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല, പള്ളിയിൽ പോലും കയറാൻ അനുവദിക്കില്ല. പിന്നെയല്ലേ ജാതിയുടെ പേരിൽ ലത്തീൻ കത്തോലിക്കന് കത്തോലിക്ക പള്ളിയിൽ പ്രവേശനമില്ല. അങ്ങനെ എത്രയോ. എന്റെ കയ്യിൽ ഒരു ലഘുലേഖ
വിചാരകേന്ദ്രം പബ്ലിഷ് ചെയ്തതല്ല. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നം, കത്തോലിക്ക ദളിത് മുന്നണി, ഇതാണ് ഇതിന്റെ തലക്കെട്ട്. 2 വാക്യം മാത്രം ഞാൻ വായിക്കാം. ഞങ്ങൾ ഇന്നും ക്രൈസ്തവ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരാണ്. ഞങ്ങൾ ആദ്യം പൊതു ക്രിസ്ത്യാനികളെന്നും പിന്നീട് അവശ ക്രിസ്ത്യാനികളെന്നും ഇപ്പോൾ ദളിത് ക്രിസ്ത്യാനികളെന്നും അറിയപ്പെടുന്നു. പേരുകൾ മാറുന്നതല്ലാതെ ഞങ്ങൾക്ക് സാമ്പത്തികമോ സാമൂഹികമോ വിദ്യാഭ്യാസപരമോ ആയ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ പ്രീതിയൂർ സാർ പറഞ്ഞല്ലോ ചാത്തന്റെ ഗതികേടിനെ കുറിച്ച്. അവരവസാനിപ്പിക്കുന്നത് ഇതാ: 150ഓളം കൊല്ലക്കാലമായി സഭയ്ക്കുള്ളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അവഗണന അവസാനിപ്പിക്കുന്നതിനും ഞങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കും സ്വീകരിക്കേണ്ട നടപടികളെ പറ്റി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ക്രൈസ്തവ നേതാക്കൾ പരിചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. PJ സെബാസ്റ്റ്യൻ പുള്ളോലിൽ, കൺവീനർ കത്തോലിക്ക ദളിത് മുന്നണി, കൊഴുവനാൽ PO പാല. അപ്പൊ ആർക്കാ ദളിതത്തിലുള്ളത്? ആർക്കാ ജാതിയുള്ളത്? ഇല്ലാത്തത്. ജാതിയില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഹിന്ദുവിനെ മതം മാറ്റി. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ തിരുവിതാംകൂറിലെ ദളിത് പെന്തക്കോസ്ത് സംഘടനകളുടെ ചരിത്രം പഠിച്ചു നോക്ക്. ചേർമർ സംഘം പാമ്പാടി ജോൺ ജോസഫ് തുടങ്ങിയത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വൈകയിൽ യോഹന്നാൻ തുടങ്ങിയത്, ചേർമർ ദൈവസഭ സോളമൻ മർക്കോസ് തുടങ്ങിയത്, ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് കേരള, അയ്യനവർ മഹാജന സംഘം തുടങ്ങിയ സംഘടനകൾ എങ്ങനെ ഉണ്ടായതാണ്? പൊയ്കയിൽ അപ്പച്ചൻ എന്നല്ലേ പറഞ്ഞിരുന്നത്? പൊയ്കയിൽ യോഹന്നാൻ എന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ കർവാപ്പസിയാണ്. കാരണം ഇപ്പോൾ പറയുന്ന പേരെന്താ? അപ്പച്ചനല്ല, കുമാരഗുരുദേവൻ. എന്താ ആ പേര് വന്നത്? ആര് പറഞ്ഞിട്ട്? RSSകാരൻ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്തുകാരനാണ് പൊയ്കയിൽ അപ്പച്ചനെ കർവാപ്പസി നടത്തിയത്. മോഡി വന്നിട്ടായിരുന്നോ അവിടെ വന്നിട്ട് ഖർവാപ്പസി നടത്തിയത്? നമ്മളാരും ഇടപെട്ടിട്ടില്ല. അവർ സ്വയം ഖർവാപ്പസി നടത്തി. പൊയ്കയിൽ യോഹന്നാൻ പൊയ്കയിൽ കുമാരഗുരുദേവനായി മാറി. കാരണം കുമാരൻ എന്ന പറയക്കുട്ടിയെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് മതം മാറ്റി. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ജോലി ചെയ്തിരുന്ന വീട്ടിലെ ക്രൈസ്തവ വിശ്വാസികൾ മതം മാറ്റി കുമാരൻ എന്ന കുട്ടിയെ പഠിപ്പിച്ചു, സിലോണിൽ അയച്ചു, അങ്ങനെ പലയിടത്തും അയച്ചു, സുവിശേഷകനാക്കി മാറ്റി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ബൈബിൾ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഈ അപ്പച്ചൻ യോഹന്നാൻ ശരിയായ ക്രിസ്തു വചനം പറയാൻ തുടങ്ങി. ശരിയായ ക്രിസ്തു വചനം പറഞ്ഞപ്പോ സഭ പറഞ്ഞു, അതൊന്നും എല്ലായിടത്തും പറയാൻ പറ്റില്ല, അത് മര്യാദയല്ല, ഇതല്ലേ പറയേണ്ടത് എന്ന് യോഹന്നാൻ. അങ്ങനെ ആയിക്കഴിഞ്ഞ ആദ്യം അദ്ദേഹത്തിനെ സഭയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം വേറെ സഭയിൽ ചേർന്നു. ഒരു ഗതിയുമില്ലാതെ സ്വന്തമായി ഒരു സഭ തുടങ്ങി. ആ സഭ തുടങ്ങിയതിനെതിരെ ക്രൈസ്തവ സഭ കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ ഏത് സഭയുടെ ആള് എന്ന് ചോദിച്ചപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ എന്ന ആള് പറഞ്ഞു, എന്റെ സഭയുടെ പേര് വേറെയാ, ഇവർ പറയുന്നതല്ല, എന്റെ സഭയുടെ പേര് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അന്ന് ആദ്യമായി കോടതിയിൽ ആ വാക്ക് ഉപയോഗിച്ചത് അവിടെ വെച്ച ഒരു ദൈവവിളി പോലെ പറഞ്ഞ പേരാണ്. ആ യോഹന്നാൻ ഇപ്പൊ കുമാരഗുരുദേവനായി മാറിയതിന്റെ ചരിത്രപരമായ കാരണം എന്തുകൊണ്ടാ? ഖർവാപ്പസി നടത്തിയത് എന്തുകൊണ്ടാ? മതം മാറ്റി ജാതി ഇല്ലാതെയാക്കാം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ മതം മാറ്റിയെങ്കിലും ജാതി മാറ്റിയില്ല, വാല് നിലനിർത്തി. ഇതാണ് ക്രൈസ്തവ മതം ചെയ്തതും ഇസ്ലാം മതം ചെയ്തതും. ജാതി ഇല്ല ഇസ്ലാം മതത്തിലൊന്ന് ഞാൻ ഈ അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നു. അവിടെ എന്തായാലും സമത്വം എന്നല്ലേ എല്ലാവരും പൊതുവെ അങ്ങനെയാ വിശ്വസിച്ചിരുന്നത്. നമ്മൾ ഈ സംഘപരിവാറാണെന്ന് പറഞ്ഞിട്ടും കൂടി അങ്ങനെയാ കരുതിയിരുന്നത്. പക്ഷെ കാര്യത്തോടടുത്തപ്പോഴല്ലേ മാങ്ങായുടെ പൊളി മനസ്സിലായത്. കാരണം അവിടെ ജാതിയുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ഉണ്ട്. അവിടെ കുറച്ചുകൂടി ശാസ്ത്രീയമാണ്. ഇസ്ലാം മതത്തിൽ 3ആയി തിരിച്ചിട്ടുണ്ട് ജാതികളെ: സവർണ ജാതി, പിന്നോക്ക ജാതി, ദളിത ജാതി. വിശ്വസിക്കാൻ കൊള്ളൂ, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. അവരുടെ ഇടയിലെ സവർണ ജാതിക്കാരെ മുഴുവൻ ചേർത്തുകൊണ്ടുള്ള, നമ്മൾ ഈ സവർണന്മാർക്ക് ഹിന്ദുക്കൾ പറയത്തില്ലേ, അതുപോലെ പറയുന്ന വാക്കാണ് അഷ്റഫ് എന്ന് പറഞ്ഞെന്നാൽ അവരെല്ലാം സവർണ മുസ്ലിങ്ങൾ. അവർ കീഴ്ജാതിക്കാരുമായിട്ട് കല്യാണം കഴിക്കുന്നില്ല, കൂട്ടിത്തുറന്നില്ല. വീട്ടില് ഇപ്പൊ കേറ്റും നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ, പക്ഷെ കല്യാണം കഴിക്കത്തില്ല ഇപ്പോഴും. അവരുടെ ഇടയിലെ പിന്നോക്ക ജാതിക്കാരെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് അജ്ലഫ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ.
അവരുടെ ഇടയിലെ ദളിത ജാതിക്കാരുടെ പേരാണ് അർസൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ദളിതൻ ദൂരെ മാറ്റി നിർത്തേണ്ടവരുണ്ട്. അർസൽ ജാതിയിൽപ്പെട്ടവനും അഷറഫ് ജാതിയിൽപ്പെട്ടവരും തമ്മിൽ കല്യാണം കഴിക്കത്തില്ല. കാരണം ഒന്ന് സവർണനാണ്, മറ്റത് ദളിതനാണ്. ഇനി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ജാതി വ്യത്യാസത്തിലെ ഇസ്ലാമിന്റെ രണ്ടറ്റം ഞാൻ പറയാം. നമ്മൾ തങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. മലബാറിലെ തങ്ങൾ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എപ്പോഴും തങ്ങളായിരിക്കും. എന്താ കാരണം വിചാരിച്ചത്? അതിന് വലിയ തറവാടായതുകൊണ്ടല്ല. മുസ്ലിം സമുദായത്തിലെ നമ്പൂതിരിക്ക് തുല്യമായ സ്ഥാനമാണ് ഇസ്ലാമിലെ തങ്ങൾ എന്നുള്ളത്. അവിടെ എപ്പോഴും സവർണനായ ഒരാൾ വേണം അധ്യക്ഷനാവാൻ. അതുകൊണ്ടാണ് ഭരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും അധ്യക്ഷനാവാൻ കുഞ്ഞാലിക്കുട്ടിക്ക് യോഗ്യതയില്ല. കാരണം അയാൾ സവർണനല്ലാതെ. നിങ്ങൾ അന്വേഷിച്ചു നോക്ക് തങ്ങൾ. ഇനി ആ സമുദായത്തിലെ പിന്നോക്ക സമുദായത്തിലെ ഒരു ജാതി പറയാം, ഒസാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായത്തിലെ ക്ഷുരക സമുദായത്തിന് തുല്യമാണ്. ഹിന്ദു സമുദായത്തിലെ നമ്പൂതിരിക്ക് തുല്യമായ തങ്ങൾ, ഹിന്ദു സമുദായത്തിലെ ക്ഷുരക സമുദായത്തിന് തുല്യമായ ഒസാൻ. ഇങ്ങനെ അനേകം ജാതികളും ഉപജാതികളും ഉള്ള വിഭാഗമാണ് ഇസ്ലാം മതം. ആ മതത്തിലേക്ക് സമത്വം തരാം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മതം മാറ്റിയാൽ സമത്വം കിട്ടില്ല എന്ന് ഞാനല്ല, ഒരുപക്ഷെ സാറടക്കം എല്ലാവരും വായിച്ചിട്ടുള്ള ഉണ്ടായിരിക്കും. മാതൃഭൂമിയിൽ കുറച്ചുനാൾ മുമ്പ് വീടില്ലാത്തവന്റെ മടക്കം എന്നൊരു ലേഖനം എം.എൻ. കാരശ്ശേരി എഴുതിയിരുന്നു. ആ കാരശ്ശേരി ഭംഗ്യന്തരേണ പറഞ്ഞത് ഒരു കാര്യം ഇതാണ്: മതം മാറി വന്നവരോടുള്ള വേർതിരിവ് മുസ്ലിങ്ങൾക്കിടയിൽ താരതമ്യേന കുറവായിരുന്നു. പള്ളിയിലും ഖബർസ്ഥാനിലും ആ കൂട്ടർ തുല്യത അനുഭവിച്ചു. എന്ന് വെച്ചാൽ പള്ളിയിൽ ഒന്നിച്ചിരിക്കാം, ശവമടക്കുന്നിടത്തും ഒന്നിച്ചിരിക്കാം, അല്ലെ ഒന്നിച്ചു നിൽക്കാം. ബാക്കിയുള്ളിടത്തും ഒന്നിച്ചിരിക്കാൻ സാധ്യമല്ല. പിന്നെ പറഞ്ഞത് ഇതാണ്: തുല്യത അനുഭവിച്ചു. ദീനിൽ കൂടിയ മുക്കുവ സമുദായത്തെ പുസ്ലാൻ, പുതിയ ഇസ്ലാം എന്ന് വിളിച്ച് താഴെ നിർത്തുന്ന മട്ടിലുള്ള ചില വിവേചനങ്ങൾ അവിടെയും പുലർന്നു പോന്നിട്ടുണ്ട്. ഇസ്ലാമിലും മാറിയത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാറിയത് പിന്നോക്ക സമുദായമായ മുസ്ലിം വിഭാഗത്തിലേക്കായതിനാൽ ആ വകയിലുള്ള സംവരണവും കിട്ടും. നമ്മളൊക്കെ ദാഹിച്ച് മോഹിച്ച് ഏറ്റവും ശാസ്ത്രീയ മതം എന്ന് വിചാരിച്ച് മതം മാറിയാൽ മാറുന്നത് ഇസ്ലാമിലെ പിന്നോക്ക വിഭാഗത്തിലേക്കാണ്. നമുക്കത് മനസ്സിലാവില്ല എന്ന് മാത്രം. അങ്ങനെ അബദ്ധം പറ്റിയാണ് മതം, ചതിക്കപ്പെട്ടാണ് മതം മാറ്റുന്നത്. അവിടെ തുല്യതയില്ല എന്ന് മാത്രമല്ല, മതം മാറുന്ന ഓരോ ഹിന്ദുവും ഇസ്ലാമിലേക്ക് ചെന്നാൽ OBCയിൽ പെടുത്തും, ശവക്കോട്ടയിൽ ഒന്നിച്ചു നിർത്തും. അവിടെ സമത്വം ഉണ്ടെന്നാണ് കാരശ്ശേരി മാഷ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം. കാരണം സാമാന്യം സത്യസന്ധനായ ഒരു മുസ്ലിം പണ്ഡിതനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അക്കാഡമീഷ്യനുമാണ്. അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് മതം മാറ്റുന്നത് പിന്നോക്ക സമുദായത്തിലേക്കാണെന്ന്. ആ സമുദായത്തിൽ സാമൂഹിക സമത്വം കിട്ടിയില്ല. മതം മാറ്റപ്പെട്ടവർക്ക്, ഹിന്ദുക്കൾക്ക് തുല്യതയുണ്ടായില്ല. ഈശ്വരന്റെ മുമ്പിൽ തുല്യമാണെന്ന് പറഞ്ഞ് നമ്മളെ ചതിക്കുകയായിരുന്നില്ലേ അനേക ലക്ഷം ആൾക്കാരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് മതം മാറ്റിയത്? എല്ലാവരും, കുറച്ചുപേരൊക്കെ സ്വയം മാറിയിട്ടുണ്ടാവാം, എല്ലാവരും അങ്ങനെയല്ല മാറിയത്. എന്ത് സമത്വമുള്ളത്? സുന്നി വിഭാഗത്തിന്റെ പള്ളിയിൽ കയറ്റുമോ ഷിയാകളെ? ഷിയാകളുടെ പള്ളിയിൽ ബോംബിട്ട് കൊല്ലുന്നത് ആരാ? ഹിന്ദുക്കളല്ല, മറ്റാരെങ്കിലും അല്ല, ക്രൈസ്തവരല്ല. ഒരു സമത്വവുമില്ല. രണ്ടാമതൊരു വിഭാഗമായി പോയാൽ, രണ്ടാമതൊരു ഗ്രൂപ്പായാൽ പോലും ലോകത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല ഇസ്ലാം മതവിഭാഗം. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ഈ ചരിത്ര പശ്ചാത്തലം പറഞ്ഞു, അത് വേറെ പറയാം. പറഞ്ഞു വന്നത് അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് വഞ്ചിക്കപ്പെട്ട് നമ്മളുടെ